ഈ കാണുന്നത് ഹ്യുണ്ടായിക്കാരുടെ അയോണിക് 5 എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് കാറാണ്. എൻ്റെ ഡോറൊക്കെ ആരാണ്ട് തുറന്ന് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അയോണിക് 5. എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ സോൾഡ് ടു ഹ്യുണ്ടായിക്കാരുടെ ഒരു ഡീലർഷിപ്പിലേക്ക് വിറ്റതാണ്. ബ്ലൂ സ്പ്രിങ്സ് മിസൂറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിറ്റതാണെന്നാണ് കാണിക്കണേ. ഇതെല്ലാം 5 സ്റ്റാർ ഉണ്ടല്ലോ. സൈഡ് ക്രാഷ് 2 5 സ്റ്റാർ, പിന്നെ റോൾ ഓവറും 5 സ്റ്റാർ ഉണ്ട്. ബാക്കിയുള്ളത് റേറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് റേഞ്ച് മൊത്തം 290 മൈൽസാണ്. ഒറ്റ ഫുൾ ചാർജിൽ അത്രയും പോകുമെന്ന് തോന്നുന്നു. 32 kWh പെർ 100 മൈൽ. അപ്പോൾ ഇത് ഒരു മൈലിന് 3.2 യൂണിറ്റ്. ഇത് എവിടെ ഉണ്ടാക്കിയേക്കണേന്ന് നോക്കാം. ജോർജിയ, ഇല്ലബെൽ എന്ന് പറഞ്ഞ ജോർജിയയുടെ സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. അമേരിക്കൻ മെയ്ഡാണ്. എൻജിൻ USA, ട്രാൻസ്മിഷൻ USA എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ മെയിൻ പാർട്സൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷേ കൊറിയയിൽ നിന്ന് കുറേ പാർട്സ് വന്നിട്ടുണ്ട്. വില $54,000 എഴുതി വെച്ചിരിക്കുന്നത്. വെക്കാവുന്നതാണോ? തുറന്നാണല്ലോ കിടക്കണേ കാറ്. ഈ കാർ തുറന്നാ കിടക്കണേ. ഇത് ലോക്ക് ചെയ്തിട്ട് പോലുമില്ല. എൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്? ആരുമില്ല. 27 മൈൽ ഓടിയിട്ടുണ്ട് കാറ്. പിന്നെ കണ്ട ഇവിടെ ഒരു സ്റ്റോറേജ് സ്ഥലമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ബാഗൊക്കെ വെക്കാൻ പറ്റും. വാവ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്ഥലമുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട് ഫോണിൻ്റെ. പിന്നെ 2 കപ്പ് ഹോൾഡർ, പിന്നെ ഹീറ്റഡ് സീറ്റുകൾ 2 സ്റ്റിയറിംഗ് വീൽ ഹീറ്റഡാണ്. പിന്നെ പാർക്കിംഗ് സെൻസറിൻ്റെ, പിന്നെ ഇത് പാർക്കിങ്ങിൻ്റെ ക്യാമറ, ബാക്ക് വ്യൂവിൻ്റെ ക്യാമറ, അങ്ങനെയുള്ള സംഗതികളുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ USB-Cയുടെ ചാർജറുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സിഗരറ്റിൻ്റെ ബട്ടൺ സ്റ്റാർട്ട്. പിന്നെ ഈ വശത്തോടെ അങ്ങോട്ട് കടന്നു പോകാം. കാരണം നോക്കിയേ, ഇത്രയും സ്പേസ് ഉണ്ട്. ഈ സ്പേസ് കൂടെ അപ്പുറത്തേക്ക് കടന്നു പോകാം. അപ്പം ടൈറ്റായിട്ടൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തെ ഡോറിൽ കൂടെ പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഈ കാറിലൊക്കെ ഇവിടെ വെറും വേസ്റ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്ഥലം ഇത്രയും കളയുമല്ലേ. അപ്പം അങ്ങോട്ടൊന്ന് കടന്നു പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിടന്നു പോകാമല്ലോ. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഒരു ക്ലോത്ത് സ്ഥലമുണ്ട്. പിന്നെ ഇത് ഡ്രൈവറിനെ വാച്ച് ചെയ്യുന്നൊരു ക്യാമറയാണെന്ന് തോന്നുന്നു, ഒരു സെൻസറാണെന്ന് തോന്നുന്നു. ഡ്രൈവർ ഉറങ്ങി പോകുന്നുണ്ടോ, കണ്ണടഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള സെൻസറാണെന്ന് എനിക്ക് തോന്നണേ. പിൻ നമ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 തുടങ്ങണേ. ഇത് അമേരിക്കയിലും മെയ്ഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. അമേരിക്ക മെയ്ഡ് ചെയ്താൽ തോന്നണമെന്നല്ല, കറക്റ്റാ. ഹ്യുണ്ടായി മോട്ടോർ ഗ്രൂപ്പ്, മെറ്റ പ്ലാന്റ് അമേരിക്ക. ഓക്കെ, ഹ്യുണ്ടായിക്കാരുടെ പുതിയ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നണേ. ഒരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. 19 ഇഞ്ച് വീല്, പിന്നെ മൊത്തം വെയിറ്റ് 58-31 പൗണ്ട്. പിന്നെ മാർച്ചിൽ 2025 ഉണ്ടാക്കിയതാണ്. ഈ മനസ്സിലാവുന്നില്ല ഈ കാർ എന്തുകൊണ്ട് ഇവിടെ പൂട്ടാതെ കിടക്കണം. സാധാരണ ഇങ്ങനെ കിടക്കുന്ന കാറുകളൊക്കെ പൂട്ടിയായിരിക്കും ഇട്ടിരിക്കുന്നത്, ലോക്ക് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഇവിടെ 2 USB-C ഉണ്ട്. പിന്നെ ഇവിടെ എയർ വെൻറ്റ്, അത് അടയ്ക്കുകയും തുറക്കുകയും കൺട്രോൾ ചെയ്യാം, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. പിന്നെ 60/40 ഫോൾഡിങ് സീറ്റ്. അയോണിക് 5 ഈ മക്കാർത്തി എന്ന് പറഞ്ഞ ഡീലർഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചേക്കണേ, മക്കാർത്തി. പിന്നെ എച്ച് ട്രാക്ക്, എനിക്ക് തോന്നുന്നു 4 വീൽ ഡ്രൈവിൻ്റെ ആയിരിക്കും എച്ച് ട്രാക്ക്. പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടില്ലേ, ഈ ഭാഗത്തുനിന്ന് കൂടെ എയറോഡൈനാമിക്സിൻ്റെ എന്തോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഇത്രയും ഗ്യാപ്പാണ്. അപ്പോൾ ഇങ്ങനെ എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. ചാർജ് ചെയ്യാനിത് 110 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ടിൽ ചാർജ് ചെയ്യാം. ഇതെന്നാന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഫുൾ ചാർജിൻ്റെ ആയിരിക്കണം. ഈ സൈന് ഫുൾ ചാർജിൻ്റെ ആയിരിക്കണം.